ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറേ നാളുകളായിട്ട് യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന കണ്ണൂരിൻ്റെ സ്വന്തം ഒരു ഡ്രിങ്ക് ആണ്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും, കണ്ണൂർ കോക്ടെയിൽ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ക്യാരറ്റ് വേവിച്ചെടുക്കണം. ഞാനിവിടെ 2 ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഞാനിത് കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. കൂടിയ തീയിൽ ഒരു വിസിലടിക്കുമ്പോഴേക്കും നമുക്കിതൊന്ന് വെന്ത് കിട്ടും. നിങ്ങൾക്കിനി കുക്കറിലല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധാരണ പാത്രത്തിലിട്ടും ഇതുപോലെ ക്യാരറ്റ് വേവിച്ചെടുക്കാം. അപ്പൊ ഈ ഒരു കോക്ടെയിലിലെ മെയിൻ ഐറ്റമാണ് ഈ ഒരു പഴുത്ത പപ്പായ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് പഴുത്ത പപ്പായ വേണം എടുക്കാൻ, എന്നാലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇത് നമ്മൾ നേരത്തെ കുക്കറിലിട്ട് വേവിച്ചെടുത്ത ക്യാരറ്റ് ആണ്. അത് ഇതുപോലെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പപ്പായ ഒരു ചെറിയ പപ്പായയുടെ ഏകദേശം പകുതിയോളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് ഐസാക്കി എടുത്ത പാലാണ്. ഏകദേശം ഒരു 200 ml പാല് ഞാൻ ഇതുപോലെ ഐസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. 2 സ്കൂപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില ഐസ്ക്രീം തന്നെ ചേർത്ത് കൊടുക്കണം, വേറെ ഏതെങ്കിലും ഫ്ലേവറിലുള്ള ഐസ്ക്രീം ചേർത്ത് കൊടുക്കരുത്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഐസ്ക്രീമും പപ്പായൊക്കെ ഉള്ളത് കൊണ്ട് ഓൾറെഡി അത്യാവശ്യം മധുരം ഉണ്ടാകും. എന്നാൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ മിക്സിയിലിട്ട് എല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ണൂർ കോക്ടെയിൽ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ തീർന്നില്ല, കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനിതാ ഇവിടെ കുറച്ച് കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും കോൺഫ്ലേക്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോക്ടെയിൽ ഇതുപോലൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ കുറച്ച് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലേക്സും നട്ട്സും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതാ നമ്മുടെ കണ്ണൂർ കോക്ടെയിൽ ഏകദേശം റെഡിയായി. നമ്മൾ അവസാനം ചേർത്ത് കൊടുത്ത കോൺഫ്ലേക്സും കിസ്മിസും കാഷ്യൂ നട്ട്സ് ഒക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം. കാരണം ഇടയ്ക്ക് അതുകൂടി കടിക്കാൻ കിട്ടുമ്പോഴാണ് കറക്റ്റ് ആ ഒരു കണ്ണൂർ കോക്ടെയിലിന്റെ ടേസ്റ്റ് കിട്ടുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഒരു പപ്പായ ഷേക്കിന്റെ ഒക്കെ ഒരു ടേസ്റ്റേ കിട്ടുള്ളൂ. നിങ്ങൾക്കിനി കൂടുതൽ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു ചൂടത്ത് നിങ്ങൾ എല്ലാവരും ഈ ഒരു കണ്ണൂർ കോക്ടെയിൽ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.